വേറെന്തെങ്കിലും പറയാനുണ്ടോ? അത്തേക്ക് പാട്ട് പാടി ഓർമ്മ. പുണ്യമെന്നൊക്കെ പറയും, വ്യാപാര പുണ്യം. 10 മിനിറ്റ് മുമ്പ് വരെ അല്ലെ 1 മണിക്കൂർ മുമ്പ് വരെ എൻ്റെ കിഴുവിടെ എൻ്റെ ചാച്ചി കള്ളന്മാർക്ക് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് കിടക്കാറുണ്ട്. ആരും എടുത്തുകൊണ്ട് പോകാൻ അനുവദിക്കല്ലായിരുന്നു. ഇപ്പം ഇച്ചിരി കഴിഞ്ഞ് കൊണ്ട് നീ കിടക്കും. ഇതിനെക്കാട്ടും ഒരു പുരുഷായുസിൽ പുണ്യമൊന്നും കിട്ടത്തില്ല. ഞാനും കിളി ഇപ്പോൾ ഒരേ പ്രായം, ഞങ്ങൾക്ക് ഒരേ വാശിയാണ്. അപ്പം എനിക്ക് ഒരേ സ്വഭാവം, എല്ലാം നശിപ്പിക്കും. ഞാനും കിളും തമ്മിൽ ഒന്നാ. കിളു ഇപ്പോൾ ഒന്ന് മുറ്റത്തിറങ്ങണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിഷേധിക്കും, ഞാനും നിഷേധിക്കും. എന്നെ എല്ലാ കാര്യത്തിലും 6-60 ഒരുപോലാന്ന്. 6 വയസ്സുകാരനും 60 വയസ്സുകാരനും ഒരുപോലാന്ന് പറയും. 60 വയസ്സാകുമ്പോൾ എൻ്റെ മക്കളെ അതിൽ ഈ 60 വയസ്സൊക്കെ ആകുമ്പോഴല്ലോ ചേച്ചി ഈ ജീവിതം അത് മാനസികമായിട്ട് തോന്നുന്ന വലിയൊരു വിഷയമാണ്. എൻ്റെ ജീവിതം തീർന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തൊക്കെയോ നേടാനുണ്ട്, എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഇത് ചെയ്യാനുണ്ടെന്നുള്ളൊരു വെപ്രാളമാണ് ഈ 60 വയസ്സ് കഴിയുമ്പോഴുണ്ടാകുന്നത്. അതിൻ്റെ വാശിയാണ്, അത് മറ്റൊന്നുമല്ല, ദേഷ്യമല്ല. എന്തൊക്കെയോ അങ്ങ് പറ്റാതാകുകയാണ് ഈ ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ. ജീവിതം തീർന്നു, അടുത്ത സെക്കൻഡിൽ മരണമെന്നുള്ള വെപ്രാളത്തിൽ കാണിക്കുന്ന ഇതാണ്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇതിനെക്കാട്ടി വലിയ സംഭവം എന്താ? ഇനി ഞാൻ ഉണ്ടല്ലോ, നീ ഇത്രയും സമയം 10 മിനിറ്റിൻ്റെ അടുത്ത് കിടന്നിട്ടിങ്ങനെ ഇനി ഞാൻ 80 വയസ്സ് വരെ ഗ്യാരണ്ടിയ. അത് കഴിഞ്ഞ് എൻ്റെ കിടുവിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ പോകത്തുള്ളൂ. ഞാനിപ്പോൾ 5-6 വർഷമൊന്നുമല്ല. അവനിപ്പോൾ അത് ജീവിതത്തിൽ നടക്കുന്നില്ല, അവൻ്റെ കല്യാണം ജീവിതത്തിൽ നടക്കുന്നില്ല. അവരിങ്ങനെ നിത്യബ്രഹ്മചാരിയായി ഭീഷ്മാചാര്യരായി അവരിങ്ങനെ ഭീഷ്മാചാര്യരായി. ഭീഷ്മരുടെ കഥ അറിയാം നമുക്ക്. ഗംഗാദത്തനിൽ തുടങ്ങി അവസാനം ഭീഷ്മാചാര്യരായി എത്തിയ ആ ഒരു സംഭവം. അതുപോലെ തന്നെ എൻ്റെ ഒരു ചെറിയ കൊതി. ഞാനും അങ്ങനെ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. ഒരു വൃക്ഷം നടുന്നത് 100 പുത്രന്മാർക്ക് തുല്യമാണ്. മറ്റാജി അങ്ങനെ നീ ആ ഉദ്ദേശിക്കുന്നതിലല്ല, നിനക്കത് മനസ്സിലായില്ല. ഒരു വൃക്ഷം നടുന്നത് ചുരുക്കം പറഞ്ഞു വന്നത് അണ്ണാനിക്ക് പകരം ഒരു വാഴ വെച്ചാൽ അങ്ങനെ പറഞ്ഞു. ഒരു വൃക്ഷം നടുന്നത് 100 പുത്രന്മാർക്ക് തുല്യം. കാരണം നമ്മുടെ ആ വൃക്ഷം വളർന്ന് അടുത്തടുത്ത തലമുറയ്ക്ക് പോവുക. അപ്പം നമ്മൾ റബ്ബർ വെച്ചാൽ അത് വെട്ടും കളയും, അല്ലെ അൽബീസ വെച്ചാൽ അത് വെട്ടും കളയും. അതൊന്നുമല്ല, നമ്മൾ വയ്ക്കുന്നത് ഞാവലാവാം, നെല്ലിയാവാം, ചാമ്പയാവാം. ഇതേന്നൊക്കെ കിട്ടുന്ന ആർക്കെങ്കിലും ഒക്കെ പറയുന്നറിയാം. നീ ഇപ്പൊ സ്റ്റാർ ഫ്രൂട്ട് എന്നതിന് പേര് പറയുമ്പോൾ അത് ആരൻ പുളി എന്നും പറഞ്ഞൊരു പേരാ. അത് തന്നെ അങ്ങനെ ആരുമില്ലാത്തവർക്ക് ആരംപുളി ആധാരം. കാര്യം ഇതിന് ഒരു വിലയില്ല. എവിടെ കിടന്നാലും എങ്ങനെ പറിച്ചാലും ഞാൻ അതുകൊണ്ട് കാണിക്കാം. ഒരു അത്യാവശ്യം ഓർമ്മയായ കാലം തൊട്ട്, അതായത് കിടുവിന്റെ പ്രായം തൊട്ട് ഈ ആരംപുളി അവിടെ ഇപ്പോഴും നിൽപ്പുണ്ട്. 3 റോഡില്ല ഓർക്കിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ എന്റെ മാത്രം സ്വത്താണ് ഞാനാണ്. ഞാൻ കൂടുതലുള്ള കളി എന്താ പറയുക, എന്റെ മാത്രം സ്വത്താണ്. അങ്ങനെ പറയും, എന്റെ മാത്രം പൊന്നാണ്, എന്റെ മാത്രം തേനാണ്. ഞാൻ എന്റെ മാത്രം നിധി എന്തോന്ന് അറിയത്തില്ലേ. അവസാനം ചേച്ചി പറഞ്ഞില്ല, എന്റെ മാത്രം നിധിയാണ്. അപ്പൊ ഞാൻ എണ്ണം ഇങ്ങനെ പാടും, എന്റെ മാത്രം സ്വത്താണ്. അപ്പൊ അവനെന്നെ കെട്ടിപ്പിടിച്ചു, എന്റെ മാത്രം പൊന്നാണെന്ന് പറഞ്ഞ അവനെ അടുത്തത് എൻ്റെ മാത്രം സ്വത്താ. ഇങ്ങനെ പറഞ്ഞ് ഓരോന്ന് ഞാൻ പാടുന്നതിനനുസരിച്ച് അവനും എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ എങ്ങനെ ഇഷ്ടം. അവസാനം അച്ഛക്ക് പറഞ്ഞില്ല, എൻ്റെ മാത്രം നിധിയാണ് പറയത്തില്ല. എൻ്റെ അപ്പയാണ് എൻ്റെ വീട്. ഒരു കയറി പോയി ഉണ്ടിത്തെറിച്ചൊരു പോക്കും പോയി മൂലയ്ക്ക് നിൽക്കും. അച്ഛാക്ക് ഇത് നിധി എന്താണെന്ന് അറിയത്തില്ല, എന്നാലും നിധി എന്തോ വലുതാണെന്ന് അറിയാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ അക്കരയ്ക്ക് പോയിട്ട് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് വന്നതാണ്. എൻ്റെ കാല് തരുന്നു. ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങി. എന്നോട് പകൽ ഉറങ്ങരുതെന്ന് പറഞ്ഞുവെങ്കിലും
ഇന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഡോക്ടറുമായിട്ട് കോൺഫറൻസ് കോൾ ഉണ്ട് കേട്ടോ. ദൈവമേ, ഈ ചെറുക്കൻ എന്താ ഈ ഒപ്പിക്കുന്നേ? കിച്ചുവാ. അപ്പോൾ അവിടെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചെറിയതായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. കണ്ണാപ്പി, കുഞ്ഞാവ, അണ്ണാണി, കിടു അവിടെയുണ്ട്. അയ്യോ, ഞാൻ തന്നെ എങ്ങനെ പോവും? വഴി മൊത്തം കാട് കയറി കിടക്കുക. കുറച്ച് നടക്കുമ്പോഴത്തേക്ക് അണയ്ക്കുന്നു. മിക്കവാറും ഞാൻ കുഴി കിടക്കും. കുഞ്ഞാ, കുഞ്ഞാ, ഓ അപ്പയ്ക്ക് ഒറ്റയ്ക്ക് വരാൻ വയ്യടാ. അപ്പ എങ്ങനെ വരുന്നേ? ആ, നീ എവിടെയാണ് ചമ്മന്തി അരയ്ക്കുന്നത്? വെള്ളം, ചെറിയ വെള്ളച്ചാട്ടം. കുഞ്ഞാ, ഞാൻ തെറിച്ചൊക്കെ പോന്നു. ഓ, ഉണ്ടോ? ആ കുഞ്ഞാ, ആ കിച്ചുവിനെ ഒന്ന് വിളിക്കുവോ? കിച്ചുവിനെ വിളിച്ചിട്ട് ആ ഡാഷ്ബോർഡിലെ പഴംപൊരി എടുത്തിട്ട് വരാൻ പറയൂ. ചെരുപ്പ് കാല വീഴുന്നില്ല കുഞ്ഞാ, ചെരുപ്പ് കാല വീഴുന്നില്ല. എന്റെ ഡാർലിങ് എന്നെ കൊണ്ടുപോകും. അയ്യോ, കോഴഞ്ചേരി നേരെ വന്നിട്ടുണ്ടെന്ന്. ഇങ്ങോട്ടേക്ക് വഴി ചോദിച്ചെന്ന് 3 തല്ലി പറഞ്ഞു. അപ്പയുടെ സുന്ദരൻ എവിടെ? ആരി ചെല്ലന്തിയോ? അത് തോടല്ലേ? അച്ചാച്ചിയുടെ തുളസിച്ചെടി, തുളസിത്തോട്ടം. അതെന്താ? ആണോ? അയ്യടാ, നീ അങ്ങ് തൊട്ട് നോക്കിയാ മതി, അപ്പോഴും അറിയാൻ കടിക്കുമോന്ന്. കുഞ്ഞാ, എന്റെ കൈ ഒന്ന് പിടിച്ച കുഞ്ഞാ, കൈ ഭയങ്കര വേദന എടുക്കുന്നു. എന്റെ പൊന്ന് പിടിച്ചോ? അങ്ങനെയല്ല, കൈ വേദനിക്കുന്നടാ. ആ, എനിക്ക് ഇങ്ങനെ 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 ചമ്മന്തി അരക്കുന്ന കണ്ണാപ്പി. സുന്ദരിയും സൽസവായ പെൺകുട്ടികളിൽ നിന്ന് നോക്കിയേ ആലോചന ക്ഷണിക്കുന്നത്. കണ്ണാപ്പി നോക്കിയേ, തിരിച്ചാ നിങ്ങൾ കൊടുക്കട്ടെ. നോക്ക്, എനിക്കെല്ലാം അറിയാവുന്ന. മാമൻ കൈ പിടിച്ചോട്ടെ. ഞാൻ ഫോൺ എടുക്കാം, ഞാൻ വീഡിയോ എടുക്കാം. കിടു കൈ പിടി, മാമൻ പിടിച്ചിട്ട് ശരിയാവുന്നില്ല. ആ കിച്ചുവിനെ വിളിച്ചിട്ട് പഴംപൊരി എടുത്തിട്ട് വരാം. ചൂട് പഴംപൊരിയാ, കാറ് ഇവിടെ കയറ്റിട്ടേക്കുക. അപ്പേ കുഞ്ഞാമാമനും കിട്ടിയെടുത്തോ? കിട്ടിയെടുത്തോ?
കണ്ടോ ഇത് ഈ സ്ഥലത്ത് കാണുന്നുണ്ട് ഈ മഞ്ഞ. ആ ഈ മഞ്ഞ, ആ മഞ്ഞ ഞാൻ കണ്ടു. ഇതുവരെ ഇങ്ങനെയാണ്. അപ്പൊ ഉമ്മന്നെ ഉമ്മതാ, അപ്പൊ ഉമ്മതാ. കപ്പ ഉണ്ടാക്കി, മീൻ വറുത്തത് ഉണ്ടാക്കി. ഇപ്പൊ താന്നു പോയി. അപ്പനെ കാണാൻ പറ്റുമോ? കപ്പ ഉണ്ടാ? ഉണ്ട്, കാണുന്നുണ്ട്. അപ്പ കാണുന്നുണ്ട് എനിക്ക്. ആണോ? കിച്ചിനെ വിളിച്ചപ്പോ പറയട്ടെ. അപ്പൊ ഞാൻ വീഡിയോ എടുത്തോളാം. ഇപ്പൊ എടുക്കണ്ട. ഞാൻ എടുത്തിട്ട് അച്ഛാ മസാലയാ മസാല കുറവാടാ, കുറച്ച് മസാലയിലാ ചെയ്യാം. അത് അവിടെ നിന്ന് ഇറങ്ങി പണിയുള്ളത് എന്താണ്? അവൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ പണിയാണ്. ആരാണ്? അച്ഛ പെടക്കോഴിയാണോ? അച്ഛ പെടക്കോഴിയാണ്. അങ്ങനെ നമ്മുടെ കണ്ണൻ ചേട്ടൻ അധ്വാനിച്ച് ചമ്മന്തി അരിച്ച് ഗോയ്സ്. ഉപ്പുണ്ടോ? അപ്പോൾ കുറച്ചുകൂടെ ആവാം. കുറച്ചുകൂടെ പാവാം. നോക്ക് ഉപ്പുണ്ടാവുന്നു. ഉപ്പുണ്ടോ? നീ ഉപ്പിടണോ? എരിവില്ല. നബി എരിവില്ല. കൂടുതല ഉള്ളിലൊളിച്ചൊരു നാണമെന്ന ഞാൻ ഓഫാക്കുന്നേ. എടുക്കാറോ? നോക്കട്ടെ നോക്കട്ടെ. പുകയും കരിഞ്ഞില്ല. കരിഞ്ഞൊന്നുമില്ല. തൊലി നോക്കട്ടെ. ഇതിനെ കൊമളോളോ ഒന്ന് തൊലിയാടാ. തൊലി പ്ലേറ്റ് എടുത്തേ. എടാ പപ്പടം കുത്തി തന്നെയാ അങ്ങനെ പുറത്തുള്ള ഇത് വെന്തോ? എനിക്കൊന്നും വന്നിട്ടില്ല. വേണ്ട നോക്ക്. എന്തെല്ലാം തീയല്ലോ ഇവിടെ ഇടുമല്ലയോ? ചൂടുണ്ട്. മാറി കിച്ചു അല്ല കിലു നോക്കട്ടെ. ഇതാണ് നമ്മുടെ കണ്ണിൽ കണ്ട കണ്ണിലെ കളർ ഉണ്ടല്ലോ, ചുമന്ന കളർ. തൊലി വേവും. എന്നിട്ട് വേണോ? ചൂടുണ്ടാവും കേട്ടോ. എന്താണെന്നറിയില്ല. ഒന്ന് തിരിച്ചിട്ടെ. ആ അങ്ങനെ ഇട്ടെ. ഉപ്പില്ലല്ലോടാ. ഉപ്പിട്ടില്ലായിരുന്നോളാ അതില്? ഇതിന് കുറവല്ലോ. പറ മീൻ കഴിക്കുന്നോടാ. ഒന്ന് പറയടാ. ഇടൂ. നീ ഒന്ന് പ്രശ്നം നോക്കി എന്തോന്നു പ്രസ് ചെയ്ത് അങ്ങനെ അറിയുന്നത്? ഇത് വന്നിട്ടില്ല.
ഓരോരുത്തർ പീസാക്കി ഇട്ടാൽ മതിയായിരുന്നു അല്ലയോ? അല്ല ഇതിൻ്റെ പകുതി ഹാഫേ വന്നിട്ടുള്ളൂ ഇത്ര. അതാ ഇതിനുള്ളിൽ ഇത്ര വേദമുണ്ട്. കൈ ഒടിക്കുവോ? കൈ ഓടിക്കും, നിന്റെ കൈ വല്ല ഓടിക്കും ഇപ്പോൾ. അല്ല സൈഡല്ലേ, അല്ല സൈഡ് ആക്കലേ സെൻറ്റർ വെച്ച് വെക്കി. ഇത് അറ്റമില്ലേ ചെറുകെ കയ്യിൽ ജ്യൂസ് പോലെ പക്ഷെ ഇതുണ്ടോ ഭയങ്കര ജ്യൂസ് കുറച്ച് ലീറ്റാവും. പുഴുങ്ങിയപ്പോണ്ടാ പുഴുങ്ങിയപ്പോ അത് എടുത്തിട്ട് നമുക്ക് കഴിക്കാം. തലയില്ലാണ്ടോ വീഡിയോ ആണ് എടുക്കുന്നത്. ചുട്ട കപ്പയാ? അപ്പൊ എഴുതുന്നവർക്കുണ്ടല്ലോ മസില് വരും. എന്താ എഴുതുന്നവർക്ക് മസില് വരും. എരി തിന്നുന്നോർക്കോ? എന്റെ മോന് ഭയങ്കര മസിലാ. ഇതൊന്നും ഞാൻ എഴുതുന്നു കണ്ടോടാ. എന്റെ മോൻ എടുക്കുക മുളക് ചമ്മന്തി, കണ്ണാപ്പി അരച്ചത്, ചുട്ട കപ്പ അവിടെ ഇരുന്ന് തിന്നുന്നു. വറക്കാനുള്ള മീൻ അല്ല, ചുടാനുള്ള മീൻ. ഇത് ചുട്ട മീൻ. ഇതൊക്കെ ഞാൻ നാക്ക് വെച്ച് നോക്കുന്നു. പിന്നെ മതി, ഇപ്പൊ കത്തിക്കണ്ട, ഇപ്പൊ വട്ടമുണ്ട്. ഇതിന് വെട്ടമില്ല. ആണോ? ഇത് 2 പീസ് എടുക്കാം. എന്തല്ലേ മുള്ള മുള്ളു കൊണ്ടാ പോ. അത് മതിയോ? കണ്ണാപ്പി ചുട്ട കപ്പ അല്ല, വേവിച്ച കപ്പ, പുഴുങ്ങിയ കപ്പ, തലയിടിച്ച്. ഇവൻ ഈ ഷെഡ് പോരാ. മുള്ളുണ്ടോ? കപ്പ, എരിയുള്ള ചമ്മന്തി. ആ അമ്മ എന്ത് എരിയായത്? അടുത്ത മീൻ വെച്ചോ? അടുത്ത മീൻ വെച്ചോ? നിർത്തേ. നീ ഇന്ന് ചമ്മന്തി വീഴും ഉറപ്പാ. അതൊക്കെ ഇവിടെ എവിടെ വെച്ചാ വേണ്ടോ? ഇഷ്ടം 4 കൂടെ ഉണ്ട്. എല്ലാത്തിനുണ്ട്. ഇട് കഴിച്ചോടാ. എന്നാ പിന്നോട്ട് കുടിക്കാൻ പോയി തല ഇടിക്കും ഞാൻ. എടാ ലൈറ്റ് താത്തി പിടിക്കണ മോനെ. നിന്റെ ആ ഓക്കെ സമ്മതിച്ചു. ഇതവിടെ നിന്ന് വെക്കോ? എന്താ നിങ്ങള് പറയാനുള്ള? എന്താ പറ്റിയേ? ഒന്നും പറയാനില്ല. എന്താ പറയാനുള്ള? തല്ലിപ്പൊളി അലമ്പും പറഞ്ഞാൽ കേൾക്കാത്തവനോ? താഴെ പോ, താഴെ പോ. ചവിട്ടോ
നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പിടുക്കണ ഇതായിരുന്നില്ല. അത് തെരുവില്ലല്ലേ ആദ്യം അപ്പൊ നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കി ആ കൊള്ളില്ലാത്ത എണ്ണ ഒഴിച്ചല്ലേ. ഞാൻ അപ്പോഴേ നല്ലതാണോ 3 പേരോട് ചോദിച്ചു. ഒരു കുഴപ്പം ഒഴിച്ചോ. എണ്ണ ഇച്ചിരി ടച്ചിൽ ചെയ്യത്തില്ലായിരുന്നു. നോക്കി വെച്ച് എനിക്ക് കൊള്ളില്ലാതെ തോന്നി. കാരണം ഈ നിക്കറും ആ ബാക്കിൽ പോണ സ്പൈഡർമാൻ്റെ തണുപ്പ് തുടങ്ങൂടോ. അത് കുറേ കഴിയുമ്പോഴാ. ഞാൻ വിചാരിച്ച എണ്ണയൊക്കെ തേച്ച് വന്നതാ. വെള്ളമില്ല. വലിയ വെള്ളമില്ല. അത് അന്നാലി പറഞ്ഞ ഫ്രഷ് വാട്ടറാ. ഇത്തിരി കൂടെ ഒരു 3 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ഇത് പ്ലെയിൻ ആയിട്ടില്ല. പിന്നെ ചെരുവത്തിലേക്ക് ഇറക്കാം. ഇന്ത്യക്ക് വേറെ ഉണ്ട്. പിന്നെ പുറത്തോടെ ചൂടായ കുമ്മുമെന്ന് പറഞ്ഞിരിക്കുന്നത് തിരിച്ചിട്ടാ. കൊടുത്തോ? ആരുടെ ബർത്ത്ഡേയാ? ഹാപ്പി ബർത്ത്ഡേ പെടക്കോഴി. ആരാ പെടക്കോഴി? ആരാ? അല്ല പെടക്കോഴി ആരാന്ന് പറഞ്ഞേ. എങ്ങോട്ടാ പോകുന്നത്? പാത്രം എങ്ങോട്ടാ പോകുന്നത്? അപ്പയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിളിക്കും. അപ്പയുടെ ഹാപ്പി ബർത്ത്ഡേ പോവാ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്ക്. അവിടത്തില്ലേ പറയണ്ടേ? 10 മാസം കൂടുതൽ പറഞ്ഞോളാം. മാത്രമല്ല വേറൊരു വാവയുടെയും കൂടെയാ. ഇന്നലെ ഉണ്ടല്ലോ കേട്ടോ. ഇന്നലെ എന്നോട് ശബരി ചെന്നപ്പോൾ ചോദിക്കുക, നീ കുഞ്ഞാവയില്ലയോന്ന്. കുഞ്ഞാവ ഞാനല്ല, കുഞ്ഞാവയാ വണ്ടി ഓടിക്കുന്നത്. കുഞ്ഞാച്ചേട്ടൻ വണ്ടി ഓടിച്ചോണ്ട് പോകാൻ ഉദ്ദേശിച്ചത് കേട്ടോ. തിരിച്ചേച്ചി ഇന്നലെ അവനോട് ചോദിക്കുക, കടയിൽ പോയപ്പോൾ ശബരിയിലെ ഒരു ചേച്ചി ചോദിച്ചു, നീ കുഞ്ഞാവയില്ലയോന്ന്. ഞാൻ കുഞ്ഞാവയോ? കുഞ്ഞാവയെ വണ്ടി ഓടിച്ചേ. ആരാ കിടുവോ? കിടു അറിയോ? കുഞ്ഞാവയെ വണ്ടി ഓടിച്ചേ. നീ മൊത്തം വെച്ച് തേച്ചിട്ടുണ്ട്. ഒന്നും കുളിപ്പിച്ചിട്ട് കൊണ്ടുപോകും. ഇത് ഫിഷ് നിർവാണായിരിക്കുന്നത്. ഫിഷ് കിടു അല്ലേ? അതായത് ഫിഷ് കിടു. അപ്പൊ ഇവരെല്ലാം ഇവിടെ വർക്കിലാണ്. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. എന്തുവാ? നീ എന്നെ കൊണ്ടുവിടുവോ? നിന്നെ തിരിച്ചാരും കൊണ്ടുവിടും? നിന്നെ തിരിച്ചാരും കൊണ്ടുവിടും? അവനെവിടെ ഇരുന്നോട്ടെ. നീ ഇവിടെ ഇരുന്നാ മതി. അപ്പൊ തന്നെ ആയിപ്പോത്തില്ലേ? അപ്പ അങ്ങനെ കുഞ്ഞിനെ ഇട്ടിട്ട് പോവോ? അപ്പ പോവാട്ടോ. അപ്പ പോവാ.
എന്താ ഒരുമിച്ച് പോവാം. ഒരുമിച്ച് പോവണ്ട. എന്തുവാ ആ രഹസ്യം കേട്ടില്ല. അപ്പയ്ക്കും ഗെറ്റിംഗ് ഷൂ, എനിക്കും ഗെറ്റിംഗ് ഷൂ, കുട്ടിമാമനും ഗെറ്റിംഗ്, എല്ലാവർക്കും ഗെറ്റിംഗ് ഷൂ. സ്കേറ്റിംഗ് ഷൂ. അതാണോ രഹസ്യം? ആരും കേട്ടോന്ന് ക്യാമറ ചോദിച്ചു. ആരും കേട്ടില്ല. ആരും കേട്ടോന്ന് ക്യാമറ ചോദിച്ചു. എല്ലാരും കേട്ടില്ല. ആരും കേട്ടാ കമന്റ് ചെയ്യാൻ പറ. ആരെയും കേട്ടാ കമന്റ്. ആ രഹസ്യം അല്ലേ? ഇവന്റെ ഉടുതുണിയോട് നമ്മള് ഒരു പണ്ട് കുളിച്ചില്ലേ ഇവിടെ? പണ്ട് കുളിച്ചില്ലേ? മരുന്ന് കഴിക്കാനായി കണ്ണാ പോവാ. അപ്പയും കുഞ്ഞാമാമനും പിന്നെ എടാ തോന്നിവാസം പറയുന്നു. പണ്ട് അപ്പയും കുഞ്ഞമ്മാവനും കൂടെ ഇവിടെ കുളിച്ചെന്ന്. അതോ ഓക്കെ, പക്ഷെ അവന്റെ പറച്ചിലിട്ടിട്ട് ആരായാലും വിശ്വസിക്കും. ആ അമ്മ ഒത്ത കുഞ്ഞമ്മാവനും കൂടെ ഇപ്പൊ നീ പറയുന്ന എന്തുവാ? ആ സത്യം, കറക്റ്റ് സത്യം. എടാ കുഞ്ഞാ വരാൻ ചിലപ്പോ താമസിക്കുവേ. ഇത് പിടി. ഇട്ടത്തോന്ന് ഒളിച്ചിരിക്കുന്നു നോക്കിയേ. ഞാൻ ഒച്ച കേട്ടായിരുന്നു. കേറി പോകത്തെ എന്താ? അവിടെ കപ്പ എല്ലാ സാധനവും റെഡിയാ. ആ കിടുണ്ട്. പിന്നെ കിടോടെ വല്ല കള്ള കഥ പറഞ്ഞോണ്ടിരിക്കുക ചെല്ലേ. ആ ഇതിപ്പോ എന്നെക്കാട്ടി കഷ്ടമാണല്ലോ. ആ മരുന്ന് കഴിക്കണം ചേച്ചി. പോട്ടെ, ലൈറ്റ് അടിക്കാണ്ട് പോയി മൂക്ക് കുത്തി വീഴാണ്ട് ലൈറ്റ് അടിച്ചോണ്ട് പോ ചേച്ചി. ഇതേതാ അക്ഷരോ? എടാ അത് ഇതല്ലേ? ഇതേതാ? ഇതെന്തുവാ? ആ ആ ഇതാരാ? അമ്മ. ഇതോ? ആ വെച്ചിട്ട് എന്ത് എഴുതുമ്പോ? ഇതാരാ? നോക്കിയേ. ആരാ? എടാ അണ്ണാൻ. അടുത്ത ആരാ? ഇവരാരാ? ആരാ അവൻ? ആരാ? ഏ കോനെ? അവൻ ഇഗ്വാനയാട്ടോ ഉദ്ദേശിക്കുന്നത്. എവിടെ പോവാന്ന് പറ നമ്മള്? പാട്ട് ക്ലാസ്സിൽ പോവാ അല്ലേ? ഇന്ന് അപ്പനെ ക്ലാസ് കാണിക്കാൻ കൊണ്ടുപോവാ കുഞ്ഞ്. അപ്പയും കുഞ്ഞും കൂടി ഇന്ന് പാട്ട് ക്ലാസ്സിൽ പോകും. സുന്ദരനായിട്ട് തിരിച്ചു വരും. മുടി ചെയ്ത് തരട്ടെ? ആ പ്ലേറ്റ് തലേ വെച്ചിരിക്കുന്നു. ഓ കുച്ചിപ്പൊടിയാണോ? ഇത്രയും നല്ല സ്വഭാവമുള്ള നോക്കട്ടെ. അപ്പടെ സുന്ദരനായ നോക്കട്ടെ. അപ്പടെ പ്രേംനസീറായ നോക്കട്ടെ. എവിടെ നോക്കിയേ? ആയ് അച്ചാച്ചി പ്രേംനസീർ വന്നിരിക്കുന്നു. അപ്പൊ നോക്കട്ടെ. എന്റെ അമ്മോ, ഇത്രയും സുന്ദരനായിട്ട് എങ്ങും പോയിട്ടില്ല. പോണോ? അത് പോകുമ്പോഴല്ലേ പോകുമ്പോഴല്ലേ. ആരാടാ ഗേറ്റ് തുറക്കുന്നേ? അപ്പൊ നമുക്ക് കിടുവിന്റെ പാട്ട് സ്കൂള് കണ്ടിട്ട് വരാം. അതുപോലെ കിച്ചുവിന്റെ അനിയത്തിയില്ലേ തുമ്പി, തുമ്പിയുടെ ഡാൻസ് സ്കൂളും കണ്ടിട്ട് വരാം. ഞങ്ങൾ പശു ആയി കഴിയുമ്പോൾ ശരിയാവും. ക്ഷീണം സഹിക്കാൻ വയ്യ.
അതുകൊണ്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി ബസ് കയറി തിരിച്ച് വീട്ടിൽ പോവാം. ഒരു സംശയം